നമസ്കാരം. പിണറായി വിജയന്റെ അവസാനം കാണാതെ ഇനി പിന്നോട്ടില്ല എന്ന മട്ടിലാണ് അഖിൽ മാരാരുടെ നീക്കങ്ങൾ. മാരാരുടെ പോസ്റ്റുകൾക്ക് മറുപടി പറഞ്ഞ് ന്യായീകരിച്ച് മെഴുകാൻ നോക്കിയ മുഖ്യമന്ത്രിക്ക് തലങ്ങും വിലങ്ങും കത്രിക പൂട്ടിട്ട് കൂട്ടിക്കെട്ടുകയാണ് മാരാർ. മുഖ്യന് നേരെ ഉയർത്തിയ ആരോപണങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ടാണ് ഇക്കുറി മാരാർ താരമായിരിക്കുന്നത്. എന്നാൽ KSFക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ പണം നൽകിയ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതെല്ലാം വാസ്തവ വിരുദ്ധമാണ് എന്ന നിലപാട് ആവർത്തിച്ച മാരാർ താൻ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ നൽകിയത് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തന്നെയാണ് എന്നും ഫേസ്ബുക്കിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: നിങ്ങളൻ കണ്ണുകൾ ചുഴന്നെടുക്കൂ, നിങ്ങളീ നാവിന്റെ വേരറുക്കൂ, നിങ്ങളൻ കർണ പടമധ്യഭാഗത്ത് കൂടത്തിനാലൊന്നാഞ്ഞടിക്കൂ, ആർത്തിരമ്പുന്ന പ്രതിഷേധക്കടലിനെ തല്ലിയൊതുക്കുവാൻ നോക്കിടണ്ട. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആമുഖമായി ഇത് പറഞ്ഞുകൊണ്ട് ഇന്നലത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള, കൂടുതൽ വ്യക്തതയോട് കൂടിയിട്ടുള്ള, എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു അന്തം കമ്മികൾ ഇന്നലത്തെ വീഡിയോയ്ക്ക് ഒരു മറുപടിയുമായി വരുമെന്ന് ഇന്നലെ തന്നെ വീഡിയോ ചെയ്തപ്പോൾ അറിയാമായിരുന്നു. അതുകൊണ്ട് അവരുടെ വീഡിയോകൾ വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. വളരെ വ്യക്തമായി പൂർണ്ണമായും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ തുടങ്ങിയ വിഷയത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്നുള്ള കാര്യം. ഇവിടെയായിരുന്നു നമ്മൾ തുടങ്ങിയതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വ്യക്തിപരമായി ഞാൻ സംഭാവന ചെയ്യില്ല എന്നും പകരം 3 വീടുകൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതിയ ഒരു പോസ്റ്റിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങളാണ് ഇന്ന് ഇവിടെ കഴിഞ്ഞ ദിവസത്തെ KSFE ലാപ്ടോപ്പ് വിഷയവുമായി എത്തി നിൽക്കുന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മൾ എവിടാണ് തുടങ്ങിയത്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിവിട്ട രീതിയിൽ ചിലവഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നലത്തെ എന്റെ വീഡിയോ വന്നതിന് ശേഷം ചില ന്യായീകരണങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ആദ്യമേ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ പറയുന്ന വിദ്യാശ്രീ എന്ന പദ്ധതിയും നിങ്ങൾ പറയുന്ന വിദ്യാകിരണം എന്ന് പറയുന്ന പദ്ധതിയും വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തത്. പക്ഷേ എന്തുകൊണ്ടാണ് വിദ്യാകിരണം പദ്ധതിയുടെ ഡീറ്റെയിൽസിനെ കുറിച്ച് ഞാൻ ഇന്നലെ പറയാതിരുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ന്യായീകരണവുമായി ഇറങ്ങിയതിന് ശേഷം പറയുമ്പോൾ മാത്രമേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധി വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള എന്റെ തുടക്കത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഏറ്റവും ബലപ്പിക്കുന്ന ഉത്തരം നിങ്ങൾ തന്നെ നൽകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. വളരെ വ്യക്തമായി കേൾക്കുക. അതിനു മുമ്പ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ വാചകം ഒന്നുകൂടി പറയാം. എന്തുകൊണ്ടാണ് വിദ്യാകിരണം പദ്ധതിയുടെ കാര്യത്തിലേക്ക് ഞാൻ കടക്കാതിരുന്നത് എന്നുള്ളതിന്റെ കാരണം ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ തന്നെ പത്രസമ്മേളനത്തിന്റെ വരികളെ മാത്രം അടർത്തിയെടുത്തിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ KSFEക്ക് നൽകിയ തുകയാണ്. കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ 81,43,00,000 രൂപ KSFEക്ക് നൽകി. ഇതുവഴി ആകെ 47,673 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി. ഇതാണ് വസ്തുത. നമ്മുടെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞു നിർത്തിയത്? ഇതാണ് വസ്തുത. 47,693 കുട്ടികൾക്ക് കുടുംബശ്രീ വഴിയുള്ള വിദ്യാശ്രീ പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റ് വിദ്യാകിരണം പദ്ധതിയും വിദ്യാശ്രീ പദ്ധതിയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് KSFEക്ക് 47,000 ലാപ്ടോപ്പുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് 81,43 കോടി രൂപ നൽകി എന്ന് തന്നെയല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്? അല്ലാതെ വിദ്യാശ്രീ എന്നത് മറ്റൊരു പദ്ധതിയാണെന്നും വിദ്യാശ്രീ പദ്ധതി വഴി കൊടുത്തേക്കുന്ന ലാപ്ടോപ്പുകൾക്ക് മാത്രമേ തിരിച്ചടവുണ്ട് എന്നും വിദ്യാകിരണം പദ്ധതി വഴി സർക്കാർ സൗജന്യമായിട്ടാണ് ലാപ്ടോപ്പ് കൊടുത്തത് എന്നുള്ള സഖാക്കന്മാരുടെ ന്യായീകരണ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണോ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ നമ്മളോട് പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് ഒരിക്കൽ കൂടി നിങ്ങൾ കേട്ടു നോക്കുക. വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് 47,693 ലാപ്ടോപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഒരു കോമൺ സെൻസ് ഉള്ള ഏതൊരാളും എങ്ങനെ വിചാരിക്കണം?
വിദ്യാകിരണം പദ്ധതി വഴിയും ചിലപ്പം ഒരു 10-20,000 ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും. വിദ്യാശ്രീ പദ്ധതി വഴിയും ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിന്റെ രണ്ടിന്റെയും തുക ഗവൺമെന്റ് തന്നെ KSFEക്ക് കൊടുത്തതാണെന്നല്ലേ വിചാരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ KSFEയുടെ മാനേജിംഗ് ഡയറക്ടറെ ഇന്നലെ വിളിച്ച് സംസാരിച്ചതും മാനേജിംഗ് ഡയറക്ടർ PA എന്നോട് വിദ്യാശ്രീ പദ്ധതിക്ക് ഗവൺമെന്റ് പണമൊന്നും നൽകിയിരുന്നില്ല എന്ന് പറഞ്ഞതും. പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി പഠിച്ചു. ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട മുഖ്യധാര മാധ്യമങ്ങളെ, നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ വിഷയത്തിൽ ഉള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണം. കാരണം ഞാൻ വെറും ഒരു സാധാ പൗരനാണ്, എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള ഒരാളുമാണ്. അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എന്താണ് വിദ്യാശ്രീ പദ്ധതി, എന്താണ് വിദ്യാകിരണം പദ്ധതി, എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വളരെ ബുദ്ധിപരമായി ജനങ്ങളെ പറ്റിച്ച് ഇവർ വെട്ടിച്ചത് എന്നുള്ളതിന്റെ കാര്യങ്ങൾ കൂടിയാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത്. അതിൽ വിദ്യാശ്രീ പദ്ധതി, എന്തുകൊണ്ടാണ് വിദ്യാശ്രീ പദ്ധതി തുടങ്ങിയത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാൽ KSFEയുടെ ഒരു വലിയ കച്ചവട ബുദ്ധിയാണ് ഈ വിദ്യാശ്രീ പദ്ധതിക്ക് പിന്നിൽ. അതായത് കോവിഡ് സമയത്ത് കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ ലഭ്യമാകണം, ഡിജിറ്റൽ പഠന ഉപകരണങ്ങൾ ലഭ്യമാകണം. ഞാനുമൊക്കെ അക്കാലത്ത് മൊബൈൽ ഫോണുകൾ വാങ്ങി നൽകിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. നിരവധി ആൾക്കാർ വാങ്ങി നൽകിയിട്ടുമുണ്ട്. ഈ സമയത്താണ് KSFEയുടെ കച്ചവട ബുദ്ധി ഉദിക്കുന്നത്. വളരെ ബുദ്ധിപരമായി സാധാരണക്കാർക്കിടയിലേക്ക് ലാപ്ടോപ്പുകൾ കൊടുത്തുകൊണ്ട് പണം പിന്നീട് നൽകാമെന്ന് പറഞ്ഞാൽ ഈ സ്കീമിലേക്ക് സാധാരണക്കാരായ ജനങ്ങളെ വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ KSFE അധികൃതർ കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ട്, ഈ കുടുംബശ്രീയിലും ഈ തൊഴിലുറപ്പിലുമൊക്കെ ഏറ്റവും കൂടുതലുള്ളത് ഇടതുപക്ഷത്തിന്റെ അനുഭാവികളും ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരുമാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാവങ്ങളെ എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്ക് പറഞ്ഞ് പറ്റിക്കുക എന്നത് തന്നെയായിരുന്നു ഇവരുടെ ആദ്യത്തെ നയം. അതായത് 5,18,498 അപേക്ഷകളാണ് വിദ്യാശ്രീ എന്ന് പറയുന്ന പദ്ധതി KSFE കുടുംബശ്രീയുമായി ചേർന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഇവർക്ക് ലഭിച്ചത് എന്നാലോചിക്കണം. 5,18,498 ലാപ്ടോപ്പുകൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഏതൊരു ഇലക്ട്രോണിക്സ് ഡിസ്ട്രിബ്യൂട്ടറോടും പോയി നിങ്ങൾ ചോദിച്ചു നോക്കൂ, കുറഞ്ഞത് 100 പർച്ചേസിന് 100 പ്രോഡക്റ്റുകൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുകയും ലിക്വിഡായിട്ട് പൈസ കൊടുക്കുകയും ചെയ്താൽ ഒരു 50% താഴെ ഇത് ലഭിക്കുകയും, ഇപ്പൊ ആലിബാബ എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് നിങ്ങൾ ഓർഡർ ചെയ്താൽ, ഇപ്പൊ 100 ഫോൺ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു 60% റിഡക്ഷന് നിങ്ങൾക്ക് ഫോണുകൾ ലഭിക്കും. അപ്പൊ KSFEയുടെ ബുദ്ധി ആലോചിക്കണം. ഇത്രയും അപേക്ഷ വരുന്നു എന്ന് കണ്ട ഘട്ടത്തിൽ ഇത്രയും ലാപ്ടോപ്പുകൾ മേടിച്ചു കൊടുത്താൽ ഒരു ലാപ്ടോപ്പിന്റെ പുറത്ത് 10,000 രൂപയുടെ ഒരു ലാഭം KSFEയിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയും. പക്ഷെ മാസം പൈസ അടച്ച് ഇവർ തീർത്തോളും, പതുക്കെ അത് കിട്ടത്തുള്ളൂ. പക്ഷേ മിനിമം 10,000 രൂപയുടെ ഒരു ലാഭം ഒരു ലാപ്ടോപ്പിൽ ഇവർക്ക് പറ്റും. കാരണം 20,000 രൂപ വില വരുന്ന ഒരു ലാപ്ടോപ്പ് പുല്ല് പോലെ 10,000 രൂപയ്ക്ക് കൊടുക്കാൻ കമ്പനികൾ തയ്യാറാവും. അപ്പോ ചുരുക്കത്തിൽ 5 ലക്ഷം ഇൻറ്റു 10,000 എന്ന് പറഞ്ഞാൽ ഏതാണ് എത്തിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു. പക്ഷെ ഇത് പാളിപ്പോയി. കാരണം ഇത്രയും ലാപ്ടോപ്പുകൾ കൊടുക്കത്തക്ക രീതിയിൽ ഒരു കമ്പനികളും അന്ന് അത്രയും മാനുഫാക്ചേഴ്സ് ഇല്ലായിരുന്നു. അങ്ങനെ ഈ പദ്ധതി പതിയെ നീണ്ടുപോയി. കാര്യം സമയത്ത് ലാപ്ടോപ്പുകൾ കൊടുക്കാൻ കഴിയാതെ പദ്ധതി നീണ്ടുപോയി. അവസാനം സ്കൂൾ തുറന്ന സമയത്തോടുകൂടി പലർക്കും ലാപ്ടോപ്പുകൾ കൊടുക്കുക. അതിൽ കൊക്കോണിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ തട്ടിക്കൂട്ട് ലാപ്ടോപ്പുകളൊക്കെ തന്നെ എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നശിച്ചപ്പോഴത്തേക്കും കൊടുത്ത ലാപ്ടോപ്പുകൾ കംപ്ലൈന്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കുട്ടികൾ രംഗത്തെത്തിയതോടുകൂടി ഇതിന്റെ ആവശ്യക്കാർ കുറഞ്ഞു. 5 ലക്ഷം പേർ അപേക്ഷിച്ചതിൽ വെറും 10,000-ൽ താഴെ ആൾക്കാർ മാത്രമേ ഈ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാശ് കൊടുത്ത് പിന്നീട് കാശ് തിരിച്ചടവിലേക്ക് വെറും 10,000 പേർ മാത്രമേ വാങ്ങിയിരുന്നുള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യം ആദ്യമേ പറയുന്നു. അങ്ങനെ ഗവൺമെന്റിന്റെ പരാജയപ്പെട്ട ഒരു പദ്ധതിയായിട്ട് വിദ്യാശ്രീ പദ്ധതി മാറി. പക്ഷെ ഇവിടെ സംഭവിച്ചൊരു പ്രശ്നം, ഓർഡർ ചെയ്ത 55,000-ലധികം ലാപ്ടോപ്പുകൾ KSFEയുടെ ഹെഡ് ഓഫീസിൽ വന്ന് ഡംപായി. ഇത് പലതും നശിച്ചു. 4,078ഓളം ലാപ്ടോപ്പുകൾ പൂർണ്ണമായി നശിച്ചു എന്ന് KSFEയുടെ MD തന്നെ റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ ഇത് ഗവൺമെന്റിന്റെ ഇതര സ്ഥാപനങ്ങളിലേക്ക് ഈ ലാപ്ടോപ്പുകൾ കൊടുക്കത്തക്ക രീതിയിൽ ഇവർ പല രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് അടുത്ത പദ്ധതിയും കൊണ്ട് ഇവർ വരുന്നത്. പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പ് കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവരുന്നു. സത്യത്തിൽ പട്ടികജാതി പട്ടികവർഗ കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയാണോ? അല്ല. ഈ നശിച്ചു കിടക്കുന്ന ലാപ്ടോപ്പുകൾ KSFEക്ക് ഒരു അധിക ബാധ്യതയായിരുന്ന സമയത്ത്
KSFE രക്ഷിക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട കുട്ടികൾക്ക് നശിച്ച് നാറാണക്കല്ലടിച്ച് കിടക്കുന്ന ഈ ലാപ്ടോപ്പുകൾ കൊടുത്തുകൊണ്ട് ഒരേ സമയം തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ അറിഞ്ഞ് കൈയഴിച്ച് സഹായിച്ച തുക ഒരു കാരണവശാലും ഇത്തരം ഒരു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നിരിക്കെ കോവിഡിന് ശേഷം, അതായത് സ്കൂളുകൾ തുറന്നതിന് ശേഷമാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ട് SC ST വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഈ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നത്. ഇതിലെനിക്കൊരു സംശയം കൂടിയുണ്ട്. ഞാൻ കൈറ്റിന്റെ ചെയർമാനെ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഇതിനകത്തൊരു സംശയം കിടക്കുന്നത്, ഇത് സ്കൂളുകൾക്ക് ലൈബ്രറി സ്കീമായിട്ട് കൊടുത്തു എന്നും പറയുന്നുണ്ട്. കാര്യം സൈറ്റുകളിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് ഇദ്ദേഹം തന്നെ, അതായത് കൈറ്റിന്റെ ചെയർമാൻ ഇന്നലത്തെ ദിവസം അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ പ്രകാരവും ഈ ലാപ്ടോപ്പുകൾ നൽകിയത് സ്കൂളുകൾക്കാണ് എന്നുള്ള രീതിയിലാണ്. എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞത് കുട്ടികൾക്ക് കൊടുത്തു എന്നുള്ള കാര്യത്തിലാണ്. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ ലഭിച്ച ലാപ്ടോപ്പുകൾ കാരണം ഈ കാശ് കൊടുത്ത് മേടിച്ച ലാപ്ടോപ്പ് കംപ്ലൈന്റ് ആയി എന്ന് പറഞ്ഞിട്ട് വിദ്യാശ്രീ പദ്ധതിയിൽ കുട്ടികൾ പരാതിപ്പെട്ട സമയത്ത് അതിന് പോലും പരിഹാരം കൊടുക്കാത്തവർ, ദാനം കൊടുത്ത ഒരു സാധനം, ദാനം കൊടുത്ത പശുവിന്റെ പല്ല് ചോദിക്കാൻ പാടുണ്ടോ? നിനക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ലാപ്ടോപ്പ് അല്ലേ മോനെ, വർക്ക് ചെയ്തെങ്കിൽ വർക്ക് ചെയ്യട്ടെ. കാര്യമില്ല, പണ്ട് കാലത്ത് റേഷൻ കടയിൽ നിന്ന് നമുക്ക് അരി കിട്ടുമല്ലോ. പൊഴുത്തു നാറിയ അരി നമ്മളാരും പോയിട്ട് പരാതിപ്പെടാൻ അന്ന് നിൽക്കില്ലായിരുന്നു. കാരണം എന്താ, വെറുതെ കിട്ടുന്നതല്ലേ എന്നുള്ള ഒരു ചിന്ത. അതുകൊണ്ട് ഈ വെറുതെ കിട്ടിയ നശിച്ചു കിടക്കുന്ന ലാപ്ടോപ്പുകൾ പല കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഉപയോഗശൂന്യമായിരുന്നു. കുട്ടികളുടെ പേരും പറഞ്ഞ്, പാവങ്ങളുടെ പേരും പറഞ്ഞ് ദുരിതാശ്വാസ നിധിയെ മറ്റു രീതിയിൽ, വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചു എന്നതിന്റെ വളരെ വ്യക്തമായ തെളിഞ്ഞ ഉദാഹരണമാണ് KSFEയിൽ കെട്ടിക്കിടന്ന ഈ ലാപ്ടോപ്പുകൾ 81.43 കോടി രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്തത്. എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എടുത്തുവെച്ചിട്ട് KSFEക്കാർ കാണിച്ച ഒരു അഴിമതി? അതായത് നിങ്ങൾ ആലോചിക്കണം, 18,000 രൂപയ്ക്കാണ് ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്തത്. 2 GB റാമും, 4 GB റാമും 128 GB റോം മെമ്മറിയുമുള്ള ഒരു ലാപ്ടോപ്പ്, കോർ പ്രോസസറുള്ള ഒരു ലാപ്ടോപ്പ് ഇന്ന് വിപണിയിൽ ലഭ്യമാകുന്ന വില നിങ്ങൾ ആലോചിക്കണം. അതായത് ഞാൻ തന്നെ രാവിലെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കയറി നോക്കിയപ്പോഴത്തേക്ക് 19,000-നും 20,000-നും ഒക്കെ തന്നെ 8 GB റാമും 256 GB മെമ്മറിയുമുള്ള ലാപ്ടോപ്പുകൾ ആമസോണിൽ നിന്ന് ലഭ്യമാകുമെന്നിരിക്കെ 55,000 ലാപ്ടോപ്പുകൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്ത KSFEക്ക് ഇത് 10,000 രൂപയ്ക്കെങ്കിലും ലഭിക്കണം. 10,000 രൂപയ്ക്കെങ്കിലും ഇവർക്ക് ലഭിക്കണം. ഞാൻ ഈ പറഞ്ഞത് ഒരു വളരെ നേരിയ ലാഭസാധ്യതകൾ മാത്രമാണ്. അതായത് 55,000 ലാപ്ടോപ്പുകൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്താൽ 20,000 രൂപ MRP വരുന്ന ഒരു ലാപ്ടോപ്പ് 10,000 രൂപയ്ക്കെങ്കിലും ലഭിക്കണമെന്ന് പറഞ്ഞത് ഒരു നേരിയ കണക്കാണ്. ഞാൻ വെറുതെ ആലിബാബ സൈറ്റിൽ കയറി നോക്കിയിട്ട് OnePlus എന്ന് പറയുന്ന ഒരു ഫോണിന് ഒരു ഫോൺ മേടിക്കുമ്പോൾ 71,000 രൂപയും 100 ഫോണായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 52,000 രൂപയ്ക്കും തരുമെന്നുള്ളതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഞാനിവിടെ പങ്കുവെക്കുകയാണ്. അതായത് ഒരു സൈറ്റിൽ നിന്ന് മേടിച്ചാൽ പോലും 25,000 രൂപയുടെ ലാഭം 100 എണ്ണം മേടിക്കുമ്പോൾ കിട്ടുമ്പോൾ ഒരു കമ്പനി ടെൻഡർ എടുത്ത് ഇത്രയും ഹ്യൂജ് സപ്ലൈ ചെയ്യുമ്പോൾ എത്രത്തോളം ലാഭമുണ്ടാകും? പക്ഷേ ഈ ലാഭം ഒന്നും തന്നെ ജനങ്ങൾക്ക് കൊടുക്കാതെ ഇതിന്റെ പൂർണ്ണമായും ഈ തുകയ്ക്ക് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് വെറും സബ്സിഡിയുടെ ഒരു ചെറിയ ലാഭം മാത്രമാണ് ഇവർ ചെയ്യുന്നുണ്ട്. തുച്ഛമായ പൈസ ഇല്ല. നമ്മുടെ ബിരിയാണി കൊടുത്തിട്ട് എല്ലിൻ കഷ്ണം നീ എടുത്തോ, ബിരിയാണി നമ്മൾ തിന്നിട്ട് എല്ലിൻ കഷ്ണം നീ എടുത്തോ എന്ന് പറയുന്ന ഒരു കൊച്ചുടായ്പായിരുന്നു KSFE ഇതിന്റെ പിന്നിൽ കളിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. KSFEയിലെ പൈസ എടുത്ത് KSFEയിലെ ഉദ്യോഗസ്ഥന്മാർ ലാപ്ടോപ്പ് കച്ചവടത്തിന് ഇറങ്ങി. ആ ബുദ്ധി പൊട്ടിപ്പോയി, ആ ബിസിനസ് പൊളിഞ്ഞുപോയി. നമ്മുടെ ഒരു വിഷയമല്ല. KSFEക്ക് കുറച്ച് നഷ്ടം വന്നാൽ ഇൻഡിവിജ്വലി നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല, നമ്മൾ ആ വിഷയം വിടും. പക്ഷെ സംസ്ഥാന സർക്കാരിന് ഒരു മഹത്തായ ഒരു പദ്ധതി കൊണ്ടുവരാൻ ഒരു തീരുമാനമെടുത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തന്നെ എടുക്കണം. വേറെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തൊരു സർക്കാർ ആയതുകൊണ്ട് വിദേശത്ത് കഷ്ടപ്പെടുന്ന പാവങ്ങളും പ്രളയം വന്ന സമയത്ത് സഹായിക്കാൻ കുടുക്ക പൊട്ടിച്ചും ആടിനെ വിറ്റും അല്ലാതെയൊക്കെ കൊടുത്തിട്ടുള്ള കുറെ പാവങ്ങൾ കൊണ്ടിട്ട് മുഖ്യമന്ത്രി വിശ്വസിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിന് കൊടുത്ത പൈസ ഉണ്ടല്ലോ, ഈ പൈസ എടുത്തു വെച്ച് ഗവൺമെന്റിന് തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ടു മുമ്പ് ഒരു വലിയ ഗിമ്മിക്ക് കാണിച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ ഒരു പദ്ധതി കൊണ്ടുവന്നാലും ഞാൻ എതിർക്കത്തില്ല, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ കൊടുത്തോളൂ. പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യമായിട്ട് ലാപ്ടോപ്പ് കൊടുക്കാൻ വേണ്ടിയല്ലേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പൈസ എടുക്കുന്നത്? പക്ഷേ അതിനൊരു ടെൻഡർ വിളിക്കാമായിരുന്നല്ലോ. ഈ പറയുന്ന സകല ലാപ്ടോപ്പ് നിർമ്മാതാക്കളെടുത്തും അവർ നിങ്ങൾക്കൊരു ലെറ്റർ തരും. ആ ലെറ്ററിന്റെ അടിസ്ഥാനത്തിൽ വിപണിയിൽ 30,000 രൂപയ്ക്ക് ലഭ്യമാകുന്ന ഇത്ര സ്പെസിഫിക്കേഷനുള്ള ഈ ലാപ്ടോപ്പ് ഞങ്ങൾ 15,000 രൂപയ്ക്ക് സർക്കാരിന് തരും. കാര്യം 50,000-ലധികം ലാപ്ടോപ്പ് ഹ്യൂജ് ഓർഡറാണ് വരുന്നത്. കമ്പനിയെ സംബന്ധിച്ച് വലിയ ഒരു ലാഭമുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഇത്രയും ബൾക്ക് പർച്ചേസ് ഗവൺമെന്റ് ചെയ്യുമ്പോൾ. അപ്പൊ ഗവൺമെന്റ് കമ്പനികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ച് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാതെ, അതായത് ഒരേ സമയം ചതിച്ചത് കുട്ടികളെ കൂടിയാണ്. പുതിയ ലാപ്ടോപ്പുകൾ കുട്ടികൾക്ക് കൊടുക്കാതെ നേരത്തെ KSFE മേടിച്ച് പാളിപ്പോയി നശിച്ച് നാറാണക്കല്ലടിച്ച് കിടക്കുന്ന ലാപ്ടോപ്പുകൾ KSFEയെ കനപ്പിക്കാൻ വേണ്ടിയിട്ട്, KSFE എന്നാണോ ഈ അജ്മൽ ബിസ്മിയുടെയും ഐജിയുടെയും ഓക്സിജന്റെയൊക്കെ പണി തുടങ്ങിയത്? KSFEക്ക് ഇപ്പൊ ഇലക്ട്രോണിക് സാധനങ്ങൾ കച്ചവടമാണോ KSFEയുടെ പരിപാടി?
അല്ല, എന്തടിസ്ഥാനത്തിലാണ് ഈ KSFക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പൈസ കൊടുക്കേണ്ട കാര്യം? അതെന്താ സംസ്ഥാന സർക്കാരും സാക്ഷരതാ മിഷനും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനും ഒന്നും നേരിട്ട് ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കാൻ? ആ പണം നിങ്ങൾ ദുരിതാശ്വാസത്തിൽ നിന്ന് എടുത്തോ, നമുക്ക് പ്രശ്നമില്ലെന്ന് തന്നെ വെക്കാം. പക്ഷെ KSFയിൽ കെട്ടിക്കിടന്ന ഈ പാളിപ്പോയ വിദ്യാശ്രീ പദ്ധതിയിൽ നശിച്ച് വെണ്ണീറായി കിടക്കുന്ന ഈ ലാപ്ടോപ്പുകൾ എടുത്ത് പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ കുട്ടികളെ എന്തിനു പറ്റിക്കണമായിരുന്നു? ഒരേ സമയം നിങ്ങൾ ആരെയൊക്കെ പറ്റിച്ചത്? നിങ്ങളെ വിശ്വസിച്ച് ഇന്നലകളിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്ത പാവപ്പെട്ട കുട്ടികളെയും പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ട സാധാരണ മനുഷ്യരെയും നേരത്തെ നിങ്ങൾ പറ്റിക്കാൻ ശ്രമിച്ചത് കുടുംബശ്രീ തൊഴിലുറപ്പ് ആൾക്കാരെയായിരുന്നു. പക്ഷെ അവർ ബുദ്ധി തിരിച്ചറിഞ്ഞ് അവർ തന്ത്രപരമായി ഇതിൽ നിന്ന് പിന്മാറി. കാര്യം ഇവിടെ ഒരുത്തന്നെ ലാപ്ടോപ്പ് മേടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാമത് നമുക്കിവിടെ ക്രെഡിറ്റ് കാർഡ് സൗകര്യങ്ങളുണ്ട്, അല്ലാതുള്ള നിരവധി സൗകര്യങ്ങളുണ്ട്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഇന്ന് ഏത് പ്രദേശത്തും ഒരു ലാപ്ടോപ്പ് വിൽക്കുന്ന ഒരുത്തൻ മാസാമാസം അടയ്ക്കാന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൊടുക്കും. അതുകൊണ്ട് 20,000 25,000 രൂപയുടെ ഒരു കാര്യത്തിൽ ഇന്ന് കേരളത്തിലെ ജനതയ്ക്ക് ഒരു ലാപ്ടോപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ കനപ്പീരൊന്നും KSF കനപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. KSFക്ക് ഒരു കച്ചവടം ചെയ്യാനുള്ള ബുദ്ധി അതങ്ങ് പൊളിഞ്ഞടങ്ങിയില്ലാതായി. പക്ഷേ പൊളിഞ്ഞടങ്ങി ഇല്ലാതായ ബുദ്ധിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ കയ്യിൽ നിന്ന് ഫണ്ട് എടുത്തു കൊടുത്ത് KSF അങ്ങ് രക്ഷിച്ചെടുത്തിട്ട് ഇവരെ മൊത്തത്തിൽ പറ്റിച്ചു. പണം കൊടുത്ത മുഖ്യമന്ത്രിയെ വിശ്വസിച്ചു പണം കൊടുത്ത ജനങ്ങളെയും പറ്റിച്ചു, ഈ ലാപ്ടോപ്പ് മേടിച്ച കുട്ടികളെയും പറ്റിച്ചു. അതുകൊണ്ട് ഇനി ഈ വിഷയത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ന്യായീകരണം നിരത്തിക്കോ, ശുദ്ധമായ പച്ചയായ അഴിമതി തന്നെയാണ് ഈ വിഷയത്തിൽ കാണിച്ചത്. ദുരിതാശ്വാസ നിധി വഴിവിട്ട് ചെലവഴിച്ചു എന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് ഇനി എന്താണോ ന്യായീകരണമായിട്ട് ഇറങ്ങുന്നത്? ഞാനും അത് തന്നെ പറഞ്ഞോളൂ. അതുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നില്ല എന്നുള്ള എന്റെ ചിന്ത വരാനുണ്ടായ മറുപടി. കാരണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ വന്നപ്പോഴും മറ്റു നിരവധി ആരോപണങ്ങൾ വന്നപ്പോഴും ഒരക്ഷരം മിണ്ടാതെ മാറിപ്പോയ പിണറായി വിജയൻ പേടിച്ച് വരേണ്ട പത്രസമ്മേളനത്തിൽ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞപ്പോൾ ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് 1,00,000 രൂപ ഞാൻ കൊടുത്തതാണ്. പക്ഷേ ഇനി ഈ വിഷയത്തിൽ ഞാനൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്തമുണ്ട്, ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്തമുണ്ട്, മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ വിഷയം വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം, ചർച്ച ചെയ്യാം. ജനങ്ങളെ പറ്റിച്ച് എത്ര കാലം ഇവന്മാർ ജീവിക്കുന്നെങ്കിൽ അത്രയും കാലം ജീവിച്ചോട്ടെ. ഒരുപാട് കാലം വിഡ്ഢികളാക്കപ്പെടാതെ. പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരെ, നിങ്ങളൊരു അല്പം കൂടെ ബോധത്തോട് ചിന്തിക്കൂ. നിങ്ങളുടെ നന്മയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. താങ്ക് യു. ഇത്രയും കാലം പിന്തുണച്ച എല്ലാവർക്കും 1000 നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇനി ഈ വിഷയത്തിൽ പരമാവധി വീഡിയോയുടെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും 1000 നന്ദി, സ്നേഹം.